ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ് അത്രയും വിശ്വാസമില്ല. ജാതകത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ജാതകം നമ്മൾ ഉണ്ടാക്കണമല്ലോ, ഓരോരുത്തർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രങ്ങളോടെ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ്. ഇല്ല 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 ചെറുതായി ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ആമ്പിള്ളേർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പെണ്ണ് കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അത് സത്യം തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ തന്നെയാണല്ലോ. കയ്യിരിപ്പ് അനുസരിച്ചിരിക്കും. ഒരു ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വേണമെങ്കിൽ നിങ്ങൾ പോയി ഇരുന്ന് തപ്പ്, അപ്പൊ കിട്ടും. ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടുന്ന ഇപ്പം മൊത്തം ലിവിങ് ടുഗദർ അല്ലേ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? കുറച്ച് ഇപ്പം ഞാൻ നിങ്ങളുടേക്ക് എത്താൻ കാരണം 2 ജനറേഷനാണ് ഇവിടെ ഇരിക്കുന്നത്. 2 ഒപ്പീനിയൻ എനിക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ജാതകത്തിൽ എൻ്റെ ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ് അത്രയും വിശ്വാസമില്ല. ഒരു ജ്യോതിഷനെ പോയി കണ്ടിട്ട്, നമ്മൾ 2 പേരെ പോയി കണ്ട് കഴിഞ്ഞ വർഷം. ആ ജ്യോതിഷം പറഞ്ഞ കാര്യങ്ങൾ ലൈക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും അയാൾക്ക് ഉത്തരമില്ല. അയാൾ പറയുന്നതൊക്കെ ഞാൻ വെറുതെ കേട്ടോണ്ടിരിക്കണം എന്നായിരുന്നു. സോ ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് അത്ര വിശ്വാസമില്ല. എനിക്ക് കുറച്ചൊക്കെ വിശ്വാസമുണ്ട്, പക്ഷെ ഫുള്ളായിട്ടും ഇല്ല. ജാതകത്തെ വിശ്വാസമില്ല. ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും പയ്യന്മാരെ കിട്ടുന്നില്ല, അല്ലെ സ്ത്രീകളെ കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? അത് കയ്യിരിപ്പ് അനുസരിച്ചിരിക്കും. ഒരു ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വേണമെങ്കിൽ നിങ്ങൾ പോയി ഇരുന്ന് തപ്പ്, അപ്പം കിട്ടും. ഇതിങ്ങനെ ഒന്നും എഫേർട്ട് ഇടാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കിട്ടൂല. സോ യു ഹാവ് ടു പുട്ട് ഇൻ ദി എഫേർട്ട്. അങ്ങനെയുള്ള കാലത്തൊക്കെ അച്ഛൻ പറയും അച്ഛനെ കിട്ടുന്ന കെട്ടി, അത്ര തന്നെ. പ്രായമൊക്കെ ഇത് തന്നെയാണ് കുറച്ച്. ചേട്ടൻ ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ചെറുതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടോ? കാര്യങ്ങളായിട്ട് പറയാൻ പറ്റിയത് ഇപ്പൊ നോർമലായിട്ടൊന്നുമില്ല. പക്ഷെ വിശ്വസിക്കുന്നുണ്ട്. കാരണങ്ങളൊന്നുമില്ല. ജാതകത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ വിശ്വാസം. ഇവിടെ ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ട്. എന്താണ് എക്സ്പീരിയൻസ് ഉള്ളത്? എക്സ്പീരിയൻസ് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ നടക്കും, അങ്ങനെ ആയിട്ട്. പൊതുവെ ഒരു പ്രായം കഴിഞ്ഞാൽ ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. സത്യമാണോ? അങ്ങനെ ഒന്നുമില്ല. പെണ്ണ് വിചാരിച്ചാൽ കിട്ടും. വിചാരിച്ചാൽ എന്തായാലും കിട്ടും. നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടും. പരാതികളൊന്നും ഇല്ല. ഒരു പ്രായം കഴിഞ്ഞാൽ ആളുകൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു 2 ഗേൾഫ്രണ്ട് ഉണ്ട്. 2 ഗേൾഫ്രണ്ട്. എങ്ങനെ ചേട്ടാ മാനേജ് ചെയ്യുന്നത്? കാരണം ഒരുപാട് തിയറികൾ, ചെറുപ്പം മുതൽ ഒരുപാട് തിയറികൾ നമ്മൾ ഇങ്ങനെ എന്താ അമ്പലവിശ്വാസം, അതായത് ഹിന്ദുവായിട്ട് ജനിച്ച് കാവ്, വീട്ടമ്പലങ്ങൾ, അങ്ങനെ നമ്മളുടെ എക്സ്പീരിയൻസിലുണ്ട്. അതിനുശേഷം സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മളിത് തെറ്റാണെന്നുള്ള രീതിയിലാണ് പഠിച്ചിരുന്നത്. അതെന്തുകൊണ്ട് നമ്മളങ്ങനെ പഠിച്ച്, അത് വേറെ ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്തല്ലേ. അപ്പോൾ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്തിനാണ്? അപ്പോൾ ഇതിൽ തെറ്റ് ഏതാണ് ശരി ഏതാണ് കൺഫ്യൂഷനായി. അപ്പോൾ ഇതിനെക്കുറിച്ച് റിസർച്ച് തുടങ്ങി. അത് സ്വന്തമായിട്ട് റിസർച്ച് തുടങ്ങിയപ്പോഴാണ് പല കാര്യങ്ങളും. സോഡിയാക് സൈൻ അതൊരു തിയറിയാണ്. അതേപോലെ തന്നെ ഒരുപാട് തിയറികളുണ്ട്. ഗൗളിശാസ്ത്രം, കൈരേഖശാസ്ത്രം, അങ്ങനെ പിന്നെ കാക്കയുടെ ഇത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എത്തി നിൽക്കുന്നത് എം തിയറി. മിത്രാത്മജൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരുള്ള ഒരാളാണ് ഇതിനെക്കുറിച്ച് പറയണത്. ഒരു 5 വർഷം മുമ്പ് തുടങ്ങി അതിൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. ഡെയിലി ഓരോ വീഡിയോസെങ്കിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എം തിയറി. ഞാൻ അയാളുടെ അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്ന് അയാളുടെ അപ്പോയിൻമെൻ്റ് എടുത്താൽ 2026 അപ്പോയിൻമെൻ്റ് കിട്ടുള്ളൂ. അപ്പം അതെന്തുകൊണ്ട്? ചേട്ടാ, ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ഒരു പ്രായം കഴിഞ്ഞാൽ ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന്, അതിൽ വിശ്വസിക്കുന്നുണ്ട്? അത് വിശ്വസിക്കുന്നുണ്ട്. ചേട്ടൻ എത്ര വയസ്സായി? എനിക്ക് 30 വയസ്സായി. പെണ്ണ് അന്വേഷിക്കുന്നുണ്ട്. അതെ, പെണ്ണ് കിട്ടി. പിന്നെ കിട്ടിയില്ലെന്ന് പറഞ്ഞില്ലേ? സ്നേഹിച്ച് കല്യാണം കഴിച്ചാ. അതെ, തെരഞ്ഞു നടന്നിട്ട് ഇത് പെണ്ണൊന്നും കിട്ടിയില്ല. അപ്പൊ വീട്ടുകാരെ ഭാഗത്തുനിന്നായാലും ജാതകത്തിന്റെ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ഇഷ്യൂ ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഗവൺമെന്റ് ജോലിക്കാരാ മതി. അതെ, ജാതകം നമ്മൾ ഉണ്ടാക്കണമല്ലോ, ഓരോരുത്തർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രങ്ങളോടെ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ്. പലർക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സംഭവമാണ് ജാതകങ്ങളൊക്കെ. കാരണം ജാതകം കുറിക്കേണ്ടത് ആരെടുത്താണെന്ന് നമുക്കറിയാമല്ലോ.
ആരുടേതാണ്? കണിയാൻ്റെ. ഈ കണിയാന് ജീവിക്കണ അതിനുവേണ്ടി മുൻകാലങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ജാതി സമ്പ്രദായത്തിലൂടെ ഉണ്ടാക്കിയ വ്യവസ്ഥിതിയാണ് ജാതകം. ജാതകം സ്ഥിരീകരിക്കുന്നത്, അല്ല വേറെ ഒന്നുമില്ല. ഇല്ല 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 ഇല്ല. ആൺപിള്ളേർക്ക് പെണ്ണ് കിട്ടണമെന്ന് ഇപ്പം മൊത്തം ലിവിങ് ടുഗദർ അല്ലേ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പെണ്ണ് കെട്ടണമെന്ന് ആർക്കും നിർബന്ധമില്ല. മനസ്സിലായോ? ഇപ്പോൾ പെണ്ണിൻ്റെ ഉപയോഗം പണ്ടെന്ന് വെച്ചാൽ ഫാമിലി അല്ലെങ്കിൽ കുടുംബ ആസൂത്രണമായിരുന്നു. കുടുംബം ഇമ്പം കൂടുന്നുള്ള കുടുംബം, അങ്ങനത്തെ ഒരു ആസൂത്രണ സമ്പ്രദായം. ഇപ്പം അതില്ല. ഇപ്പം വരുന്ന കുട്ടികൾ കാണുന്ന സിനിമകളിലൊക്കെ കാണുന്ന ഇപ്പോഴത്തെ സിനിമാ പാട്ടുകൾ എന്തൊക്കെയാണ്? പേന കത്തിക്കൊണ്ട് ആദ്യവർഷം കുറിക്കുന്നു, പിന്നെ അവനെ കുത്തിമലർത്തി കൊച്ചി കയ്യിൽ താത്തുന്നു. ഇത് കേട്ടുവരുന്ന ജനറേഷൻ അങ്ങനെ വരുള്ളൂ, അതിൽ മാറ്റമൊന്നും വരില്ല. ഇതാണ് സംഭവം. ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ആ ചെറുതായി. എന്തുകൊണ്ടായിരിക്കും? അതിങ്ങനെ കുറേ ഫാമിലി ആയിട്ട് പാരമ്പര്യമായി കേട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ. സ്വന്തം എക്സ്പീരിയൻസ് ഒന്നുമില്ല? സ്വന്തം എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല. ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താണ്? അല്ല, ഈ ചെറുപ്പം തൊട്ട് എല്ലാവരും പറയുന്നോണ്ട് ഇങ്ങനെ വിശ്വസിക്കുന്നല്ല. ഇവിടുത്തെ സെയിം സ്വന്തം അനുഭവങ്ങളൊന്നുമില്ല? സ്വന്തമായിട്ട് ഇതുവരെ അതിനെ പറ്റിയുള്ള അനുഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല 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 വിശ്വസിക്കുന്നില്ല. ജാതകത്തിൽ വിശ്വസിക്കുന്നതാണ്? ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ പൊതുവെ കേരളത്തിലെ ആൺപിള്ളേർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പെണ്ണ് കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. യോജിക്കുന്നുണ്ടോ? അത് സത്യം തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ തന്നെയാണല്ലോ. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ലവറുണ്ട്. ഇനിയിപ്പോൾ അതന്നെ അവസ്ഥ.